ഞാനിന്ന് 6 മണിയൊക്കെ ആയപ്പോൾ നമ്മളൊരു വൈബിന് വേണ്ടിയിട്ട് വയനാട് ചുരം കയറാൻ പോവുകയാണേ. എൻ്റെ സൗണ്ടൊന്നും അത്ര ക്ലിയർ ആവില്ല, കാരണം എനിക്ക് പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് അത്ര വലിയ ക്ലിയറൊന്നുമില്ല സൗണ്ടിന്. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചോ. പിന്നെ ഞാനിപ്പോൾ വയനാട് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനതിനിടയ്ക്ക് ഞാൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാവരും ഒന്നും ഹെൽമെറ്റൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവർക്കിട്ട പേരാണ് മരത്തലയന്മാർ എന്ന്. അങ്ങനെ ഇരുട്ടായി കേട്ടോ. അപ്പോൾ ചുരത്തിൽ കണ്ടോ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരത്തിലൊക്കെ ഇരുട്ടാട്ടോ. പിന്നെ വണ്ടികൾ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെളിച്ചമൊക്കെ ചെറുതായിട്ടൊക്കെ വണ്ടീൻ്റെ വെളിച്ചമൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്ത് പോകുന്നുണ്ട്. ചുരത്തിൽ ഫുള്ള് അടിപൊളി, രാത്രി കാണാൻ നല്ല ഭംഗിയാട്ടോ. ചുരത്തിൻ്റെ താഴേക്കൊക്കെ നോക്കുമ്പോൾ കുട്ടി കുട്ടി ലൈറ്റൊക്കെ ഇങ്ങനെ, അവിടെ ഒരു പള്ളിയെല്ലാം ഉണ്ട്, അതൊക്കെ ഇങ്ങനെ കാണാം. പക്ഷെ നമുക്ക് വീഡിയോ പകലാണെങ്കിലല്ലേ കുറച്ചും കൂടിയും കിട്ടുള്ളൂ. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് ഇങ്ങനെ പോകണമായിരുന്നു. 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചുരത്തിലെത്തി കഴിയണേ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടും. പക്ഷെ രാത്രി ഭയങ്കര ഭംഗിയാട്ടോ നമ്മൾ ചുരം കയറുമ്പോൾ. ഞാൻ ആദ്യമായിട്ട് രാത്രി ഇങ്ങനെ ചുരം കയറുന്നേ. നല്ല കോടയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കോട എന്ന് പറഞ്ഞാൽ അടിപൊളി. പക്ഷേ എൻ്റെ ക്യാമറ സാധാ ഫോണല്ലേ, അതുകൊണ്ട് അത്രയൊക്കെ കിട്ടുള്ളൂ ക്യാമറയിൽ. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. നല്ല കോട ഉണ്ട്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട് കേട്ടോ കറങ്ങാൻ. അങ്ങനെ നമ്മൾ ഏകദേശം വൈത്തിരി എത്താനായി കേട്ടോ. ഏകദേശം എത്താനായി. അവിടെ എത്തിട്ടോ. അപ്പോൾ അവിടെ ഒന്ന് സൈഡാക്കാമെന്ന് വിചാരിച്ചു വണ്ടി. അവിടെ നല്ല വ്യൂ പോയിൻ്റ് ആണല്ലോ. അപ്പോൾ നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ അവിടെ അങ്ങനെ സൈഡാക്കി. അപ്പോഴത്തേനും നല്ല കോട ഇറങ്ങുന്ന സമയമാണേ. നല്ല കോട എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഈ വെളിച്ചം എല്ലാം കൂടി ആയിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല. മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ രാത്രി വൈബൊക്കെ ഇഷ്ടമാണോ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാത്രി വൈബ്. ഇങ്ങനെ രാത്രി നമ്മൾ ഇങ്ങനെ പോകുന്നതും. അങ്ങനെ നമ്മൾ വയനാടിൻ്റെ എൻട്രൻസിലെത്തി. അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. രാത്രി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ, ഇല്ലെങ്കിൽ ശരിക്കും കാണാമായിരുന്നു. കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും ഇങ്ങനത്തെ വൈബൊക്കെ ഇഷ്ടമാണോ രാത്രി പോവാൻ? നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പകലാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കുമേ, രാത്രി നല്ല തണുപ്പാണ്. നമ്മൾ ഊട്ടി പോയ പോലെ ഉണ്ടാവും. അവിടെ എത്തിയപ്പോൾ ഞാനപ്പോൾ ഇവിടേക്കൊന്ന് എൻട്രൻസ് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ നേരെ പോണത് കൽപ്പറ്റയ്ക്കാട്ടോ. എന്തിനാണെന്നറിയോ? അവിടെ നല്ല കോഫിയും നല്ല മിൽക്ക് ബണ്ണ്, അതിൽ ബട്ടറൊക്കെ വെച്ചിട്ടുള്ളൊരു ബണ്ണ് കിട്ടും, വാൽനട്ട് പറഞ്ഞൊരു ഷോപ്പിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത്.
അത് ഒരു കോഫിയും ബണ്ണാണെങ്കിൽ അവിടെ പോയി കഴിക്കാനൊരു ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ പഴംപൊരി ചായയും കുടിക്കാൻ വേണ്ടി വയനാട് ഒരു കടയിൽ പോകുമായിരുന്നേ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഈ വൈബും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തിരിച്ച് വരുമ്പോൾ കുറച്ച് ചെടി, അങ്ങനത്തെ ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അവിടെയൊക്കെ കോടയാട്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ഇനി അങ്ങോട്ട് ഫുള്ള് കോടയാണ്. ഈ നൈറ്റ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ടോ? അങ്ങനെ നമ്മൾ ഷോപ്പെത്തി. ആ ഷോപ്പിൻ്റെ തൊട്ടടുത്താട്ടോ മിൽക്ക് ബണ്ണ് കിട്ടുക. അവിടുന്ന് അതിൻ്റെ അടുത്ത് തന്നെയാണ്. 8-8:30 ആകുമ്പോഴത്തേനും അവിടുത്തെ ഷോപ്പെല്ലാം പൂട്ടും. പിന്നെ ആദ്യം നമുക്കൊരു സീറ്റെല്ലാം കിട്ടി, നമ്മളതിൽ കയറിയിരുന്നു. പിന്നെന്താ, മിൽക്ക് ബണ്ണാണ് ആദ്യം കിട്ടിയത്. അങ്ങനെ അത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റാട്ടോ, അതിൻ്റെ ഉള്ളിൽ ചീസെല്ലാം ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നല്ല കോഫി എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ആ കോഫി കുടിച്ചു. വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ, അപ്പുറത്തിരിക്കുന്നുണ്ട്. അവരുടെ കുഞ്ഞവിടുന്ന് ഭയങ്കര കുസൃതി കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവരോട് ചോദിച്ചിട്ട് ആ ഷോപ്പിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ഈ ഷോപ്പിൽ കയറി ഒന്ന് ട്രൈ ആക്കി നോക്കുന്നുണ്ട്. ഇവിടുത്തെ കോഫിയും അപ്പുറത്തെ കടയത്തെ ക്രീം ബണ്ണും സൂപ്പർ, ഒരു രക്ഷയില്ല. അത് കഴിച്ച് ഞങ്ങളവിടുന്ന് വാങ്ങിച്ചും ചെയ്തു. അടയ്ക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പ്. നല്ല ഷോപ്പല്ലേ, ഫാമിലിക്കൊക്കെ വന്നിരുന്ന്, കപ്പിൾസിനൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഷോപ്പ്. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അതും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം. കണ്ടോ, കുഞ്ഞു മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. കുഞ്ഞുമോളെ കളി കണ്ടോ, ഭയങ്കര കുസൃതി അത്. അങ്ങനെ നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങുകയാണ്. ഈ കോഫി ഈ മിൽക്ക് ബണ്ണും കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയത്. പിന്നെ ഗുഡ് നൈറ്റ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്യണേ.